പ്രതീക്ഷയും യുവാക്കളുടെ ആവേശവും കുഞ്ഞുങ്ങളുടെ സ്നേഹപാത്രവും മറ്റ് രാഷ്ട്രീയത്തിനപ്പുറത്ത് അമ്മമാരുടെ സഹോദരിമാരുടെ ഇഷ്ട രാഷ്ട്രീയ നേതാവും സർവോപരി നാം പ്രവാസികളുടെ സ്വപ്നവുമായ നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ സിനിമയിലല്ല സൂപ്പർ സ്റ്റാർ, രാഷ്ട്രീയത്തിലെ സൂപ്പർ സ്റ്റാർ ശ്രീ ഷാഫി പറമ്പിലിനെ നമ്മളിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്നുകൂടെ വിളിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാനത് വെറുതെ രസത്തിന് വിളിക്കുന്നതല്ല. നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവരാണ് എന്നുള്ളത് നെഞ്ചിൽ കൈവച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഈ പ്രോഗ്രാമിന് നിങ്ങൾ വിസ്മയ സന്ധ്യ എന്ന് പേരിടുമ്പോൾ അതിന്റെ പോസ്റ്റർ വാട്സപ്പിൽ സക്കീർക്ക് അയച്ചു തന്നപ്പോഴും മറ്റു പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ കണ്ടപ്പോഴും എന്റെ ശ്രദ്ധ പേരിലേക്കല്ല പോയി. ഞാൻ കുറെ കാലമായി ഞാനും കാത്തിരിക്കുന്നു അൽക്കോബാറിലൊന്ന് വരണം എന്നുള്ളത്. അതിന്റെ കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്റെ ജ്യേഷ്ഠനാണ് പ്രിയപ്പെട്ട സക്കീർ പറമ്പ്. സക്കീർക്ക് എപ്പോ കാണുമ്പോഴും പറയും അല്ല കോബാറിലൊന്ന് വരണ്ടേ, എപ്പോ കാണുമ്പോഴും ഞാനും പറയും കോബാറിലൊന്ന് വരണം. പക്ഷെ അതിങ്ങനെ കാലങ്ങളായി 3, 4, 5 അല്ല, MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട ആ സമയം തൊട്ട് ഇങ്ങനെ പലതവണയായി ഇത് വരണം എന്നുള്ള ആഗ്രഹം പരസ്പരം വെച്ചു പുലർത്തിയിരുന്നെങ്കിലും അതിന് സമയമായത് ഇപ്പോഴാണ്. പറഞ്ഞു തുടങ്ങിയത് MLA ആയപ്പോഴാണെങ്കിലും വന്നെത്തിയത് MP ആയിട്ടാണ് എന്നുള്ളത് എനിക്കറിയാം. ഞാൻ ഒരു കാര്യം പറയുന്നു, ഒരു പദവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങൾ ഈ നൽകിയ സ്നേഹം എന്റെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോവില്ല എന്നുള്ള ഉറപ്പ് ഈ സംഗമത്തിന് നൽകാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഒരു തവണ വീട്ടിൽ വരെ വന്ന് പറഞ്ഞിട്ട് ഉപ്പാനോട് പറഞ്ഞാൽ ഇവനൊന്നും അവിടെ വരെ വരുന്നില്ല, ഇവിടെ എത്ര കാലമായി ഞാൻ പറയുന്നു. ഉപ്പ അങ്ങനെ സാധാരണ രാഷ്ട്രീയ കാര്യങ്ങളിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അങ്ങനെ അഭിപ്രായമൊന്നും പറയാറില്ല. ചിലപ്പോൾ ഇങ്ങനെ കളിയാക്കിയിട്ടൊക്കെ ഓരോന്ന് പറയുന്നതല്ലാണ്ട് ആ പരിപാടിയിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ ഇവിടെ പോകണം അങ്ങനെയൊന്നും പറയാറില്ല. ഇവർക്ക് നാട്ടുകാരെ കൂടെ അവർക്കൊക്കെ അറിയാം. അപ്പം ഒരു ദിവസം ഞാൻ ഇങ്ങനെ അവിടെ എത്തുമ്പോൾ എന്നോട് ചോദിച്ചു അല്ല എന്താ സെക്രട്ടറിയോടെ വാർത്തയിൽ ചോദിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി അവിടെ ചെന്നിട്ടില്ല എന്നുള്ള മെസ്സേജ് ഇവിടുന്ന് അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു അടുത്തവണ പോകുമ്പോൾ ഞാൻ എന്തായാലും പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇലക്ഷന്റെ സമയത്തോടെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും കൂടെ വന്നു. എനിക്കിങ്ങനെ വരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സൈത്തങ്ങൾ വിളിച്ചിട്ട് ഏഷ്യന്റെ ഒരു പരിപാടി കുറെ കാലമായിട്ട് അതെല്ലാം കൂടെ പറഞ്ഞ് അങ്ങനെ എന്നാ ഇപ്രാവശ്യത്തെ വരവിലെല്ലാം കൂടെ വരാൻ തീരുമാനിച്ചു. 17-ാം തീയതി നമ്മുടെ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും അനുസ്മരണ ദിവസം കൂടിയാണ്. ഞാൻ രാവിലെ 6 മണിക്ക് പാലക്കാട് നിന്ന് ഇറങ്ങി പട്ടാമ്പി വീട്ടിൽ പോയി, 9:30 ട്രെയിൻ കയറി, 10 മണിക്ക് ട്രെയിൻ കയറി നേരെ കണ്ണൂർ ഇറങ്ങി.